പവർ ടീം അംഗങ്ങൾ സാധാരണ നോമിനേഷനിൽ വരുന്നതല്ല, ക്യാപ്റ്റനും വരാറില്ല. പവർ ടീം അംഗങ്ങളായ ശ്രീരേഖ, ഗബ്രി, ശരണ്യ, മുടിയൻ എന്നിവരെ എല്ലാവരും നോമിനേഷനിൽ പ്രതീക്ഷിക്കുന്നവരാണ്. പ്രത്യേകിച്ച് ഗബ്രിയെ നോമിനേഷന് കിട്ടണമെന്ന് പലരും കമൻ്റായിട്ടുമൊക്കെ ആവശ്യപ്പെടാറുണ്ട്. പക്ഷേ നാളെ ഒരു ട്വിസ്റ്റുണ്ട്. നോമിനേഷനിൽ 2 പവർ ടീം അംഗങ്ങൾ നോമിനേഷനിൽ വരുന്നുണ്ട്. അത് എങ്ങനെയാണെന്നുള്ളത് കാര്യം വ്യക്തമല്ല. പക്ഷേ ഋഷിയും ഗബ്രിയുമാണ് നാളെ നോമിനേഷനിലെത്തുന്നത്. ഒരു പക്ഷേ ബിഗ് ബോസിന് ആവശ്യപ്പെടാം 2 പവർ ടീമിൽ നിന്നുള്ള 2 അംഗങ്ങളെ വീട്ടിലെ മറ്റംഗങ്ങൾ ചേർന്ന് നോമിനേഷനിൽ പെടുത്താം എന്ന് പറഞ്ഞത് കൊണ്ടാണോ അങ്ങനെ വന്നിരിക്കുന്നത് എന്ന് നമുക്ക് വ്യക്തമല്ല. അത് നാളെ ലൈവിൽ അറിയാൻ പറ്റൂ. ഏതായാലും ജിൻഡോ, ജാസ്മിൻ ഇവർ നാളെ നോമിനേഷനിലെത്താം. ഏറ്റവും കൂടുതൽ സാധ്യതയുള്ള 2 പേരാണ്. പിന്നെ മിക്കവാറും എല്ലാ മത്സരാർത്ഥികളും നാളെ നോമിനേഷനിൽ എത്താൻ സാധ്യതയുണ്ട്. എനിക്ക് തോന്നുന്നു ബിഗ് ബോസിൻ്റെ ചരിത്രത്തിൽ ഇത്രയും മത്സരാർത്ഥികൾ ഒന്നിച്ചും നോമിനേഷന് എത്തുന്നത് ഇത് ഒരുപക്ഷെ ആദ്യമായിരിക്കും. അപ്പം നമ്മൾ പറഞ്ഞു വന്നത് പവർ ടീമിൽ നിന്ന് 2 പേർ നാളെ നോമിനേഷനിലെത്തും. നമുക്കറിയാൻ പറ്റുന്നത് അത് ഋഷിയും ഗബ്രിയുമാണ് എന്നുള്ളതാണ്. പിന്നെ ബാക്കി 2 അംഗങ്ങളായ ശ്രീരേഖയും ശരണ്യൊക്കെ എല്ലാവരും നോട്ടം ഇട്ട് വെച്ചിരിക്കുക. പ്രത്യേകിച്ച് ശ്രീരേഖ സത്യം പറഞ്ഞാൽ കഴിഞ്ഞ ആഴ്ചയിൽ ഭാഗ്യം കൊണ്ട് രക്ഷപ്പെട്ട ഒരു വ്യക്തിയാണ്. ശ്രീരേഖ പുറത്താകും എന്നുള്ള വിചാരത്തിൽ തന്നെയല്ല എല്ലാവരും ജാൻമണി പോയ ആ ആഴ്ചയിൽ. അപ്പോൾ ശ്രീരേഖയ്ക്ക് വോട്ട് കുറവായിരുന്നു. പക്ഷേ ഭാഗ്യം കൊണ്ട് ജാൻമണിയുടെ രൂപത്തിലെത്തി. ജാൻമണി ആ പവർ ബാഡ്ജ് ശ്രീരേഖയ്ക്ക് കൊടുത്തു. ഇപ്പോൾ ഒരുപക്ഷെ ജാൻമണി ദുഃഖിക്കുന്നുണ്ടാകാം കേട്ടോ പവർ കൊടുത്തതിൽ. കാരണം ഇപ്പം ജിൻഡോയ്ക്കെതിരെയാണല്ലോ ശ്രീരേഖ കളിക്കുന്നത് മൊത്തം. ജിൻഡോയ്ക്കെതിരെ കളിക്കുന്നത് ജാൻമണിക്ക് അത്ര ഇഷ്ടമല്ല താനും. അന്ന് ഒരുപക്ഷെ ജാൻമണിയെ അത് ജിൻഡോയെ ഏൽപ്പിച്ചിരുന്നെങ്കിൽ അല്പം കൂടെ നന്നായിരുന്നേനെ. ഇപ്പം ശ്രീരേഖ എപ്പോഴേ ഔട്ടായേനെ. ഒരുപക്ഷെ അഭിഷേക് രക്ഷപ്പെട്ട് ശ്രീരേഖ ഈ പ്രാവശ്യം ഔട്ടായേനെ. അപ്പം നാളെ പവർ ടീമിൽ നിന്ന് 2 പേർ നോമിനേഷനിലെത്തിയിട്ടുണ്ട്. വീട്ടിലെ മിക്കവാറും അംഗങ്ങളെല്ലാം തന്നെ നാളെ നോമിനേഷൻ എത്താനുള്ള സാധ്യതയും കാണുന്നുണ്ട്. നമ്മുടെ സായി ആയാലും അഭിഷേക് ആയാലും. പക്ഷേ ഒരു കാര്യം ഉറപ്പ്, വേറെ ആര് വന്നില്ലെങ്കിലും ജിൻഡോ നോമിനേഷനിലെത്തും എന്നുള്ളത് നമുക്ക് 100% ഉറപ്പാണ്. കാര്യം ജിൻഡോ പറയുന്ന പോലെ എല്ലാ പ്രാവശ്യവും നോമിനേഷന് വന്നാൽ മാത്രമേ ജനങ്ങളുടെ പൾസ് അറിയാൻ പറ്റൂ. അത് കറക്റ്റ് കാര്യമാണ്. നോമിനേഷനിൽ എത്തിയില്ലെങ്കിൽ ജനങ്ങളുടെ പൾസ് എങ്ങനെ അറിയാൻ പറ്റും? നമ്മളെ അവർ സേവ് ആക്കുന്നുണ്ടോ എന്നിങ്ങനെ അറിയാൻ പറ്റും. പ്രത്യേകിച്ച് ഏറ്റവും കൂടുതൽ നോമിനേഷന് പേടിയുള്ള 2 വ്യക്തികൾ. 2 എനിക്ക് ജാസ്മിനെ വലിയ പേടിയൊന്നുമില്ല. ജാസ്മിൻ്റെ ശ്രദ്ധ അറിയാമെന്ന് തോന്നുന്നു. പക്ഷെ ഗബ്രിയെ സംബന്ധിച്ച് ഏറ്റവും കൂടുതൽ പേടി ഈ നോമിനേഷന് വരുന്നത് പേടിയുള്ള വ്യക്തിയാണ്. അതുപോലെ അർജുന് പേടിയാണ്. പക്ഷേ അർജുൻ മിക്കവാറും നോമിനേഷന് വരാറുമുണ്ട്. ഫിജോ നാളെ നോമിനേഷനിൽ എത്തുമോ എന്ന കാര്യം വ്യക്തമല്ല. ഏതായാലും പവർ ടീം അംഗങ്ങളായ ഋഷിയും ഗബ്രിയും നാളെ നോമിനേഷനിൽ എത്തും.